നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. GT എന്ത് ചെയ്താലും ക്ലിക്കാവുന്ന ഒരു ഘട്ടമാണിതെന്ന് തോന്നുന്നു. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ അവർ തകർത്ത് തരിപ്പണമാക്കി 58 റൺസിൻ്റെ തകർപ്പൻ വിജയം. GTയുടെ ഒരു സീസൺ നോക്കിയാൽ അവർ ചെയ്തതൊക്കെ ക്ലിക്കാവുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതായത് വാഷിംഗ്ടൺ സുന്ദറിനെ കഴിഞ്ഞ കളിയിൽ നമ്പർ 4 ഇറക്കി ക്ലിക്കായി. ഇന്നലത്തെ കളിയിലോ ഷാരൂഖ് ഖാനെ നമ്പർ 4 ഇറക്കി ക്ലിക്കായി. അവരുടെ താരങ്ങൾ അത്രയും മികച്ച ഫോമിലാണ്. അതായത് ടീമിൽ ആ സിസ്റ്റത്തിൽ ഫിറ്റാവുന്ന രൂപത്തിൽ അവർ കളിക്കുന്നു. അവരുടെ ബൗളിംഗ് യൂണിറ്റോ മുഹമ്മദ് സിറാജ് 10 വിക്കറ്റുകൾ എടുത്തു കഴിഞ്ഞു. സായി കിഷോറിന് 10 വിക്കറ്റുകളായി കഴിഞ്ഞു. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 8 വിക്കറ്റായി കഴിഞ്ഞു. വാട്ട് എ പെർഫോമൻസ് ഫ്രം ദെയർ ബൗളിംഗ് യൂണിറ്റ്. തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ട് പോക്കിൽ ബൗളിംഗ് യൂണിറ്റിൻ്റെ ഈ പ്രകടനത്തിനും വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ സായി സുദർശൻ്റെ ബാറ്റിംഗ് മികവ്, ജോസ് ബട്ട്ലർ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫേസിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. മിന്നും പ്രകടനമാണ് അവരുടെ താരങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വിജയം അവരെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു. പോയിന്റ് പട്ടികയിൽ വലിയൊരു മാറ്റമാണ്. ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ GT കയറി വന്നിരിക്കുന്നു. ശരിയാണ്, GT 5 കളി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികം ടീമുകൾ 5 കളി കളിച്ച് കഴിഞ്ഞല്ലോ. 3 കളി കളിച്ചിട്ട് ഇപ്പോഴുള്ളത് ഡൽഹി ക്യാപിറ്റൽസും, 4 കളി കളിച്ച് നിൽക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സുമാണ്. സോ തീർച്ചയായിട്ടും 5 മത്സരങ്ങൾ കളിച്ചവരാണ് ഭൂരിഭാഗവും. അപ്പോൾ അതുകൊണ്ട് തന്നെ GTയുടെ ഈ മുന്നോട്ട് പോക്ക് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് സമ്മതിച്ചേ പറ്റൂ. ഇപ്പോൾ ഇന്നലത്തെ കളിക്ക് മുമ്പ് GT ഉണ്ടായിരുന്നത് 2ാം സ്ഥാനത്താണ്. 4 കളികളിൽ നിന്ന് അവർക്ക് 6 പോയിന്റ്, 3 കളികളിൽ നിന്ന് 3 വിജയിച്ച് 6 പോയിന്റുള്ള DC 1ാം സ്ഥാനത്തുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വിജയത്തോടു കൂടി DCയെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. 5 കളികളിൽ നിന്ന് 4 വിജയം 1 തോൽവി, 8 പോയിന്റ് അവർക്കുണ്ട്. എന്നാൽ 3 കളികൾ 3 വിജയിച്ചു ഒറ്റ പരാജയം പോലും അറിയാത്ത ഒരേ ഒരു ടീം ഇപ്പോഴുള്ളൂ, അത് DCയാണ്. പക്ഷെ അവർ 3 കളിയെ കളിച്ചുള്ളൂ. 6 പോയിന്റ് അവർക്കുണ്ട്. അവർ 2ാം സ്ഥാനത്താണ്. RCBക്ക് 4 കളി 6 പോയിന്റ്. നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യത്തിൽ അവർ 3ാമത് വരുന്നു. പഞ്ചാബ് കിങ്സ് 4 കളി 6 പോയിന്റ്, അവർ 4ാമത് വരുന്നു. ലക്നൗ സൂപ്പർ ജയൻസ് 5 കളി 6 പോയിന്റ്, അവർ 5ാം സ്ഥാനത്ത് വരുന്നു. KKR 5 കളി 4 പോയിന്റ്, അവരിപ്പോഴുള്ളത് 6ാം സ്ഥാനത്ത്. രാജസ്ഥാൻ റോയൽസ് ഇന്നലെ തോറ്റോടുകൂടി 5 കളികളിൽ നിന്ന് 4 പോയിന്റ് നിലയിൽ തന്നെയാണ്. -0.73 നെറ്റ് റൺ റേറ്റുമായിട്ട് അവർ 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. മുംബൈ ഇന്ത്യൻസ് 5 കളി 2 പോയിന്റ്, 8ാം സ്ഥാനത്ത്. ചെന്നൈ സൂപ്പർ കിങ്സ് 5 കളി 2 പോയിന്റ്, 9ാം സ്ഥാനത്ത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 5 കളി 2 പോയിന്റ്, 10ാം സ്ഥാനത്ത്. അപ്പോൾ ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇതുവരെ കപ്പെടുത്തതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ബോട്ടം ഹാഫിലാണ് കൂടുതൽ. ഏറ്റവും അധികം കപ്പെടുത്ത ടീമുകളായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും 5 കളികൾ കളിച്ചിട്ട് ഒരേ ഒരു കളി മാത്രം ജയിച്ചവരുടെ കൂട്ടത്തിലാണ് അവരുള്ളത്. 8ാം സ്ഥാനത്തും 9ാം സ്ഥാനത്തുമാണ്. അതുപോലെ തന്നെ മുൻ വിന്നേഴ്സ് ആയിട്ടുള്ള ഹൈദരാബാദ് ഉള്ളത് 10ാം സ്ഥാനത്താണ്. അതാണ് പറഞ്ഞത്, ഈ ടേബിളിൻ്റെ ബോട്ടം ഹാഫിലാണ് കൂടുതൽ കിരീടങ്ങളുള്ളവരുള്ളത്. അപ്പം ടോപ്പ് ഹാഫ് നോക്കുക, ആദ്യത്തെ 4 സ്ഥാനത്തുള്ളവർ ഒരേ ഒരു കിരീടമേ അവിടെ കാണാൻ പറ്റുകയുള്ളൂ. അത് GT നേടിയ ഒരു കിരീടമാണ്. DC 2ാം സ്ഥാനത്ത്, നോ ട്രോഫീസ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 3ാമത്, നോ ടൈറ്റിൽസ്. പഞ്ചാബ് കിങ്സ് 4ാമത്, നോ ടൈറ്റിൽസ്. ലക്നൗ സൂപ്പർ ജയൻസ് 5ാമത്, നോ ടൈറ്റിൽസ്. സോ ടോപ്പ് ഹാഫിൽ ആകെ ഒരു കിരീടമാണുള്ളതെങ്കിൽ ബാക്കി കിരീടങ്ങളൊക്കെ ബോട്ടം ഹാഫിലാണ്. KKR 6ാം സ്ഥാനത്ത്, രാജസ്ഥാൻ റോയൽസ് 7ാം സ്ഥാനത്ത്, മുംബൈ ഇന്ത്യൻസ് 8, ചെന്നൈ സൂപ്പർ കിങ്സ് 9, സൺറൈസേഴ്സ് ഹൈദരാബാദ് 10. അതായത് 6 മുതൽ 10 വരെയുള്ള സ്ഥാനക്കാർക്കൊക്കെ കിരീടമുണ്ട് എന്നുള്ളതും ഈ ഒരു ടേബിളിൻ്റെ പ്രത്യേകതയാണ്. എന്തായാലും GT മുന്നോട്ട് കുതിക്കുകയാണ്. മറ്റു ടീമുകൾക്ക് തിരിച്ചു വരവ് അത് ഉടൻ തന്നെ വേണം. കാരണം ലീഗ് 5 മത്സരങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി 9 മത്സരങ്ങളൊക്കെയാണ് പലർക്കും ബാക്കിയുള്ളത്. ഇനി കാലിടറിയാൽ പണി പാളും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.